പുലരിക്കായി മാറി മറയേണ്ടതോർത്ത് ചന്ദ്രനക്ഷത്രാദികൾ വിതുമ്പുമ്പോൾ മാറ്റമില്ലാതെങ്ങും വിരാജിക്കും ദൈവമേ, അങ്ങയെ വാഴ്ത്തുന്നു ഞങ്ങൾ. ഉദിച്ചെങ്ങും പ്രഭതൂകും പാരിലെ സൂര്യരശ്മിയേക്കാൾ പ്രശോഭിച്ചെന്നും പ്രസാദമേകുന്ന ദൈവമേ, അങ്ങേ മഹിമാവെത്ര മനോജ്ഞം. യേശുവിൽ പ്രിയമുള്ളവരെ, ദൈവമായ കർത്താവ് ഒരു പുതിയ പുലരി കൂടി നമുക്ക് നൽകിയിരിക്കുകയാണ്. ഓരോ പ്രഭാതവും ദൈവമായ കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ, ദൈവത്തിൻ്റെ കാരുണ്യത്തിൻ്റെ വലിയ വിളിച്ചോതലാണ്. ഈ പ്രഭാതത്തിൽ നമ്മെ ഓരോരുത്തരെയും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ കരുണയില്ലാതെ, കൃപയില്ലാതെ നമുക്ക് ആർക്കും ഈ ഭൂമിയിൽ അനുഗ്രഹത്തോടെ ഒരു നിമിഷം പോലും ആയിരിക്കാനാവില്ല എന്ന് നമ്മൾ ഓരോരുത്തരും അറിയുന്നവരാണ്. നല്ലവനായ കർത്താവിന് മുമ്പിൽ അവിടുന്ന് നൽകിയ ഈ ദിവസത്തെയും ഈ ദിവസത്തെ നമ്മുടെ എല്ലാ പ്രവൃത്തികളെയും തമ്പുരാൻ്റെ മഹത്വത്തിനായി നമുക്ക് പ്രത്യേകം ചേർത്ത് വയ്ക്കാം. ജീവിത വഴികളിലുടനീളം ദൈവത്തിൻ്റെ ഈ സ്നേഹത്തെ, കാരുണ്യത്തെ തിരിച്ചറിഞ്ഞ് ദൈവത്തിൻ്റെ അനുഗ്രഹ നാമത്തെ വാഴ്ത്തുവാൻ, മഹത്വപ്പെടുത്തുവാൻ ദൈവം ഞങ്ങൾക്ക് കരുണ നൽകണമേ എന്ന് ഈ പ്രഭാതത്തിൽ നമുക്കൊന്നു ചേർന്ന് ദൈവമായ കർത്താവിനോട് പ്രാർത്ഥിക്കാം. പരിശുദ്ധ മറിയമാണ് പ്രഭാത വിരുന്ന് ശുശ്രൂഷയുടെ സ്വർഗീയ മധ്യസ്ഥ. അമ്മയോട് ചേർന്നുള്ള പ്രാർത്ഥനയാണ് ഓരോ പ്രഭാതത്തിലും വലിയ അനുഗ്രഹമായ അഭിഷേകമായി ഈ ശുശ്രൂഷ അനേകായിരങ്ങളിലേക്ക് കടന്നു ചെല്ലുവാൻ ശക്തിപ്പെടുത്തുന്നത്. ഈ പ്രഭാത വിരുന്ന ശുശ്രൂഷയോട് ചേർന്ന് അനുദിനം വചനം കേട്ടും പ്രാർത്ഥിച്ചുകൊണ്ടുമായിരിക്കുന്ന അനേകായിരങ്ങളെയും ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി രാവും പകലും കഠിനാധ്വാനം ചെയ്യുന്ന എല്ലാ പ്രേക്ഷിതരെയും പ്രത്യേകം അമ്മയുടെ വിമല ഹൃദയത്തിന് സമർപ്പിച്ചുകൊണ്ട് നമുക്കൊന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. യേശുവിൽ പ്രിയമുള്ളവരെ, ഈ പ്രഭാത ദൈവമായ കർത്താവ് നമുക്ക് നൽകുന്ന തിരുവചനങ്ങൾക്കായി പ്രാർത്ഥനാപൂർവ്വം നമുക്ക് കാതോർക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് വചനം ഗ്രഹിക്കാനും വചനത്തിന് ഫലം നൽകുവാനും നമ്മെ ഓരോരുത്തരെ ശക്തരാക്കുന്നത്. ഈ നിമിഷങ്ങളിൽ നമ്മൾ ശ്രവിക്കാൻ പോകുന്ന തിരുവചനങ്ങളെ ദാഹത്തോടെ കേൾക്കുവാനും ആ വചനങ്ങളെ ഗ്രഹിക്കുവാനും ആ വചനങ്ങൾക്ക് ജീവിതത്തിൽ ഫലം നൽകുവാനും പരിശുദ്ധാത്മാവെ അവിടുന്ന് ഞങ്ങൾക്ക് കൃപ നൽകണമേ എന്ന് ഈ നിമിഷങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഓ പരിശുദ്ധാത്മാവ് ദൈവമേ, ഈ പ്രഭാതത്തിൽ ഞങ്ങളൊന്നു ചേർന്ന് അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. ഓ പ്രിയ പരിശുദ്ധാത്മാവെ, ഈ നിമിഷം ഞങ്ങളുടെ ബുദ്ധിയിലേക്കും ഞങ്ങളുടെ ചിന്തയിലേക്കും മനസ്സുകളിലേക്കെല്ലാം നീ എഴുന്നള്ളി വരണമേ. ഞങ്ങൾ കേൾക്കുന്ന ഈ തിരുവചനങ്ങളെ ഹൃദയപൂർവ്വം ഗ്രഹിക്കുവാനും ശ്രവിക്കുവാനും ഈ വചനങ്ങൾക്ക് 100 മേനി ഫലം നൽകി ദൈവമായ കർത്താവിനെ മഹത്വപ്പെടുത്തുവാനും പരിശുദ്ധാത്മാവെ നീ ഞങ്ങളിൽ നവചൈതന്യമായി വന്ന് നിറയണമേ. ആമേൻ. യേശുവിൽ പ്രിയമുള്ളവരെ, ഈ ദിനത്തിൻ്റെ
പ്രത്യേക നിയോഗമായി നമുക്ക് ലോക സമാധാനത്തിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. രാജ്യങ്ങൾ തമ്മിലും വ്യക്തികൾ തമ്മിലും സമൂഹങ്ങൾ തമ്മിലൊക്കെയുള്ള അകൽച്ച വർദ്ധിക്കുന്ന ഈ കാലഘട്ടത്തിൽ എല്ലാവരെയും ഒരുമിച്ച് ചേർക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിശക്തമായി ലോകം മുഴുവനിലേക്കും വർഷിക്കുവാൻ ദൈവമേ അവിടുന്ന് കരുണ ചൊരിയണമേ എന്ന് ഈ ദിനത്തിൻ്റെ പ്രത്യേക നിയോഗമായി നമുക്ക് പ്രാർത്ഥിക്കാം. തൂമഞ്ഞിൽ വിടരും പുഷ്പസുഗന്ധമെത്രയോ ഹൃദ്യം, പരിമളത്തിനുറവയാം നറുസൗരഭ്യമാകട്ടെ ഞങ്ങളുമീ മണ്ണിൽ. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായം 1 മുതൽ 14 വരെയുള്ള തിരുവചനങ്ങളാണ് ഈ ദിനം നമ്മുടെ പ്രാർത്ഥനയ്ക്കും വിചിന്തനത്തിനുമായി ദൈവമായ കർത്താവ് നമുക്ക് നൽകുന്നത്. പ്രാർത്ഥനാപൂർവം തിരുവചനങ്ങൾക്കായി നമുക്ക് കാതോർക്കാം. നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലായിരുന്നെങ്കിൽ നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ പോകുന്നുവെന്ന് ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കി കഴിയുമ്പോൾ ഞാൻ ആയിരിക്കുന്നിടത്ത് നിങ്ങളുമായിരിക്കേണ്ടതിന് ഞാൻ വീണ്ടും വന്ന് നിങ്ങളെയും കൂട്ടിക്കൊണ്ടുപോകും. ഞാൻ പോകുന്നിടത്തേക്കുള്ള വഴി നിങ്ങൾക്കറിയാം. തോമസ് പറഞ്ഞു, കർത്താവേ, നീ എവിടേക്ക് പോകുന്നുവെന്ന് ഞങ്ങൾക്കറിഞ്ഞുകൂടാ, പിന്നെ വഴി ഞങ്ങളെങ്ങനെ അറിയും? യേശു പറഞ്ഞു, ഞാനാണ് വഴിയും സത്യവും ജീവനും. എന്നിലൂടെ അല്ലാതെ ആരും പിതാവിങ്കലേക്ക് വരുന്നില്ല. നിങ്ങൾ എന്നെ അറിഞ്ഞിരുന്നുവെങ്കിൽ എൻ്റെ പിതാവിനെയും അറിയുമായിരുന്നു. ഇപ്പോൾ മുതൽ നിങ്ങൾ അവനെ അറിയുന്നു, അവനെ കാണുകയും ചെയ്തിരിക്കുന്നു. ഫിലിപ്പോസ് പറഞ്ഞു, കർത്താവേ, പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരിക, ഞങ്ങൾക്കത് മതി. യേശു പറഞ്ഞു, ഇക്കാലം അത്രയും ഞാൻ നിങ്ങളോട് കൂടെ ആയിരുന്നിട്ടും ഫിലിപ്പോസേ, നീ എന്നെ അറിയുന്നില്ലേ? എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു. പിന്നെ പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരികയെന്ന് നീ പറയുന്നത് എങ്ങനെ? ഞാൻ പിതാവിലും പിതാവ് എന്നിലുമാണെന്ന് നീ വിശ്വസിക്കുന്നില്ലേ? ഞാൻ നിങ്ങളോട് പറയുന്ന വാക്കുകൾ സ്വമേധയാ പറയുന്നതല്ല. പ്രത്യുത എന്നിൽ വസിക്കുന്ന പിതാവ് തൻ്റെ പ്രവർത്തികൾ ചെയ്യുകയാണ്. ഞാൻ പിതാവിലും പിതാവ് എന്നിലുമാണെന്ന് ഞാൻ പറയുന്നത് വിശ്വസിക്കുന്നില്ലെങ്കിൽ ഈ പ്രവർത്തികൾ മൂലം വിശ്വസിക്കുവിൻ. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എന്നിൽ വിശ്വസിക്കുന്നവനും ഞാൻ ചെയ്യുന്ന പ്രവർത്തികൾ ചെയ്യും. ഞാൻ പിതാവിൻ്റെ അടുത്തേക്ക് പോകുന്നതുകൊണ്ട് ഇവയേക്കാൾ വലിയവയും അവൻ ചെയ്യും. നിങ്ങൾ എൻ്റെ നാമത്തിൽ ആവശ്യപ്പെടുന്നതെന്തും പിതാവ് പുത്രനിൽ മഹത്വപ്പെടുവാൻ വേണ്ടി ഞാൻ പ്രവർത്തിക്കും. എൻ്റെ നാമത്തിൽ നിങ്ങൾ എന്നോട് എന്തെങ്കിലും ചോദിച്ചാൽ ഞാനത് ചെയ്തു തരും. യേശുവിൽ പ്രിയമുള്ളവരെ, ഉത്ഥാനം ചെയ്ത ഈശോ തൻ്റെ സ്വർഗാരോഹണത്തിന് മുമ്പ് തൻ്റെ പ്രിയ ശിഷ്യന്മാർക്ക് നൽകുന്ന വലിയ പ്രത്യാശ വചനങ്ങളാണ് ഈ തിരുവചനങ്ങളിലൂടെ ഇന്ന് ഈ പ്രഭാതത്തിൽ നമ്മൾ ശ്രവിച്ചത്. കർത്താവായ ഈശോ തൻ്റെ പ്രിയ ശിഷ്യരോട് അരുൾ ചെയ്യുകയാണ്, നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, എന്നിൽ വിശ്വസിക്കുവിൻ, എന്നെ അയച്ച പിതാവിൽ വിശ്വസിക്കുവിൻ. ഈ ലോകത്തിലായിരിക്കുന്ന നമ്മളെല്ലാവരുടെയും ഹൃദയങ്ങൾ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ അസ്വസ്ഥമാണെന്ന് ദൈവമായ കർത്താവ് അറിയുന്നു. അതുകൊണ്ടാണ് ഈശോ ശിഷ്യന്മാരോട് മാത്രമല്ല ലോകം മുഴുവനിലുള്ള സകല ജനകോടികളോടും കർത്താവ് ഈ വചനങ്ങൾ നൽകിക്കൊണ്ട് ഇപ്രകാരം പറയുന്നത്, നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, എന്നിൽ വിശ്വസിക്കുവിൻ, എന്നെ അയച്ച എൻ്റെ പിതാവിലും വിശ്വസിക്കുവിൻ. ഈ ജീവിതത്തിൽ നമ്മൾ ഓരോരുത്തരും അനുദിനം കടന്നു പോകുമ്പോൾ പലതരത്തിലുള്ള അസ്വസ്ഥതകളാലും ഉത്കണ്ഠകളാലും വലയുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. നമ്മുടെ ജീവിതവുമായി ചുറ്റിപ്പറ്റി കിടക്കുന്ന പല കാര്യങ്ങളും നമ്മുടെ ഉറക്കം കെടുത്തുന്നവയാണ്. പലതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ആകുലത, ഉത്കണ്ഠ നമ്മുടെ ജീവിതത്തെ വല്ലാതെ അങ്ങ് വേട്ടയാടുന്ന അനുഭവം. പച്ചയായ നമ്മുടെ ജീവിതത്തിൻ്റെ ഈ അനുഭവങ്ങളെ അറിഞ്ഞുകൊണ്ടാണ് ഉത്ഥിതനായ ക്രിസ്തു നമ്മോട് ലോകം മുഴുവനോട് അരുൾ ചെയ്യുന്നത്, നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട. പ്രിയമുള്ളവരെ, ക്രിസ്തുവിന് നൽകാൻ കഴിയുന്ന സമാധാനം അത് ഒരിക്കലും ലോകത്തിനോ മനുഷ്യർക്കോ മറ്റാർക്കോ നൽകാൻ കഴിയുന്ന സമാധാനമല്ല.
അതുകൊണ്ടാണ് ഈശോ നമ്മെ ഈ ലോകം മുഴുവനെയും ഇപ്രകാരം ക്ഷണിക്കുന്നത്, വിളിക്കുന്നത്. നിങ്ങൾ എന്നിൽ വിശ്വസിക്കുവിൻ, എന്നെ അയച്ച എൻ്റെ പിതാവിൽ വിശ്വസിക്കുവിൻ. ക്രിസ്തു ഇത് പറയുമ്പോഴാണ് ഫിലിപ്പോസ് ചോദിക്കുക, കർത്താവേ, നിൻ്റെ പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരിക. കർത്താവ് ഫിലിപ്പോസിന് നൽകിയ മറുപടി ശ്രദ്ധേയമാണ്. ഫിലിപ്പോസിനോട് ക്രിസ്തു പറഞ്ഞു, ഫിലിപ്പോസ്, എന്നെ കാണുന്നവൻ എന്നെ അയച്ച എൻ്റെ പിതാവിനെയാണ് കാണുന്നത്. പിന്നെ എന്താണ് നീ പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരിക എന്നോട് ആവശ്യപ്പെടുന്നത്? പ്രിയമുള്ളവരെ, പിതാവായ ദൈവത്തിൻ്റെ പ്രതിരൂപമായിട്ടാണ് കർത്താവായ യേശു ഈ ലോകത്തിലേക്ക് കടന്നു വന്നത്. അപ്പോൾ ഈശോ പറയുകയാണ്, എന്നെ കാണുന്നവൻ എന്നെ അയച്ച എൻ്റെ പിതാവിനെ തന്നെയാണ് കാണുന്നത്. ഞാനും എൻ്റെ പിതാവ് ഒന്നാണ്. ഞങ്ങൾ രണ്ടുപേരും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല. അതുകൊണ്ട് എന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ പിന്നെ പിതാവിനെ കാണിച്ചു തരിക, പിതാവിനെ ഞങ്ങൾക്ക് കാണണം എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല എന്നാണ് ക്രിസ്തു ഈ തിരുവചനങ്ങളിലൂടെ നമുക്ക് വെളിപ്പെടുത്തി നൽകുന്നത്. പ്രിയമുള്ളവരെ, വളരെ സന്തോഷകരമായ പ്രത്യാശ നൽകുന്ന തിരുവചനങ്ങളാണ് ഈശോ ഈ പ്രഭാതത്തിൽ നാം ഓരോരുത്തർക്കും നൽകുന്നത്. യേശുവിനെ വ്യക്തമായി വ്യക്തിപരമായി കണ്ടുമുട്ടിയ അനുഭവിച്ചറിഞ്ഞ ഒരാൾക്ക് പിന്നെ പിതാവായി ദൈവത്തെ കാണണമെന്ന് പറയാൻ ഒരിക്കലും ഇടവരികയില്ല. കാരണം പിതാവിനെ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിക്ക് യേശുവിനെ കണ്ടുമുട്ടിയാൽ ആ വ്യക്തിക്ക് പിന്നെ പിതാവിനെ കണ്ടുമുട്ടിയ അതേ അനുഭവത്തിൽ തന്നെ ആയിരിക്കാൻ കഴിയും. ഇതാണ് ഈശോ ഫിലിപ്പോസിനോട് പറഞ്ഞത്, എന്നെ കാണുന്നവൻ എന്നെ അയച്ച എൻ്റെ പിതാവിനെ കാണുന്നു, ഞാനും എൻ്റെ പിതാവും ഒന്നാണ്. പ്രിയമുള്ളവർ, ഈ വലിയൊരു ഉൾക്കാഴ്ചയിൽ അവബോധത്തിലേക്ക് കടന്നു വരുവാൻ നമുക്ക് വ്യക്തിപരമായി നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ നമുക്ക് കഴിഞ്ഞാൽ നമുക്ക് ആഴമേറിയൊരു ദൈവിക അനുഭവത്തിലേക്ക് കടന്നു വരുവാനായിട്ട് സാധിക്കും. ഇതാണ് ഈശോ ഇന്നത്തെ വചനത്തിലൂടെ നമുക്ക് വെളിപ്പെടുത്തി നൽകുന്നത്. ഞാൻ എൻ്റെ പിതാവിൻ്റെ പക്കലേക്ക് പോകുകയാണ്, അതുകൊണ്ട് ഞാൻ ചെയ്യുന്ന പ്രവർത്തികൾ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും, ഞാൻ ചെയ്തതിനേക്കാൾ വലിയ പ്രവർത്തികൾ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുമെന്ന വലിയ വാഗ്ദത്തമാണ്, ഉറപ്പാണ് ക്രിസ്തു തൻ്റെ ശിഷ്യന്മാർക്ക് നൽകുന്നത്. നമ്മുടെ അനുദിന വിശ്വാസ ജീവിത വഴികളിൽ നമുക്ക് ഏറെ പ്രത്യാശ നൽകേണ്ട വചനമാണ്. കർത്താവായ യേശുവിൽ വിശ്വസിക്കുന്ന ഒരുവന് ഈശോ ചെയ്തതിനേക്കാൾ വലിയ കാര്യങ്ങൾ പോലും ഈ ലോകത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ ചെയ്യാൻ സാധിക്കുമെന്ന വലിയ ഉറപ്പാണ് കർത്താവ് നാം ഓരോരുത്തർക്കും നൽകുക. പ്രിയമുള്ളവരെ, തിരുസഭയുടെ നാളിതുവരെയുള്ള ചരിത്രം നമ്മൾ പരിശോധിക്കുമ്പോൾ ഈ കർത്താവിൻ്റെ വചനങ്ങൾ എത്രയോ സത്യമാണ് എന്ന് നമുക്ക് കണ്ടെത്തുവാനായിട്ട് കഴിയും. ഈശോ പറഞ്ഞ ഈ വചനങ്ങൾ അനേകം വിശുദ്ധരുടെ, അനേകം പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവരുടെ ജീവിതത്തിൽ തീർച്ചയായിട്ടും നമുക്ക് കണ്ടെത്താനായിട്ട് കഴിയും. മരിച്ചവരെ ഉയർപ്പിച്ച വിശുദ്ധന്മാരുണ്ട്. ഈശോ ചെയ്തതിനേക്കാൾ വലിയ കാര്യങ്ങൾ ഈ ലോകത്തിൽ ചെയ്തവരുണ്ട്. അതുകൊണ്ട് കർത്താവ് പറഞ്ഞ വാക്കുകൾ വെറുതെ ജലരേഖ പോലെ പറയുന്ന വാക്കുകളല്ല, മറിച്ച് അക്ഷരം പ്രതി മനുഷ്യ ജീവിതങ്ങളിൽ അന്വർത്ഥമായ നിറവേറപ്പെട്ട ദൈവത്തിൻ്റെ വാഗ്ദത്തമാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് ദൈവത്തിൽ ആശ്രയിക്കാനും ഈശോയെങ്കിലേക്ക് നോക്കുവാനും നാം ഓരോരുത്തർക്കും കഴിയണം. പ്രിയമുള്ളവരെ, ക്രിസ്തു നൽകുന്ന സമാധാനം അത് ലോകത്തിന് നൽകാൻ കഴിയാത്ത സമാധാനമാണ്. ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളുടെ, രോഗങ്ങളുടെ, ഭാരങ്ങളുടെ, കടബാധ്യതകളുടെ, കഷ്ടതകളുടെ ഒക്കെ നടുവിൽ നമ്മൾ ജീവിക്കുമ്പോൾ, സമാധാനമില്ലാതെ നമ്മൾ അലയുമ്പോൾ, പ്രിയമുള്ളവരെ, സമാധാന രാജാവായ ക്രിസ്തുവിലേക്ക് നോക്കാൻ കർത്താവ് ഈ തിരുവചനങ്ങളിലൂടെ നമ്മെ ക്ഷണിക്കുകയാണ്, വിളിക്കുകയാണ്. തൻ്റെ പ്രിയ ശിഷ്യന്മാർക്ക് ഉത്തിതനായ യേശു ദർശനം നൽകിക്കൊണ്ട് കർത്താവ് അവരോട് പറഞ്ഞു, ഞാൻ നിങ്ങൾക്കിതാ സമാധാനം തരുന്നു. ലോകം നൽകുന്നത് പോലെയല്ല ഞാൻ നൽകുന്ന സമാധാനം. ഞാൻ നൽകുന്ന സമാധാനം ആരും നിങ്ങളിൽ നിന്ന് എടുത്തു മാറ്റുകയില്ല. പ്രിയമുള്ളവരെ, ക്രിസ്തുവിൻ്റെ സമാധാനമാണ് നാം ഓരോരുത്തരുടെ ജീവിതങ്ങളിലേക്ക്, ഹൃദയങ്ങളിലേക്ക് ഏറ്റുവാങ്ങാൻ നമുക്ക് കഴിയേണ്ടത്. നിങ്ങളോ എത്ര വലിയ ജീവിത പ്രശ്നങ്ങളുടെയോ ദുരിതങ്ങളുടെയോ രോഗങ്ങളുടെയോ ഭാരങ്ങളുടെയോ നടുവിലാണെങ്കിലും ക്രിസ്തു നൽകുന്ന സമാധാന ഹൃദയത്തിലുണ്ടെങ്കിൽ നമ്മുടെ മനസ്സൊരിക്കലും അടിപതറില്ല, നമ്മുടെ ഹൃദയം ഒരിക്കലും ഉത്കണ്ഠ ഭരിതമാവില്ല. തികഞ്ഞ പ്രത്യാശയോടെ, പ്രതീക്ഷയോടെ നാളെയിലേക്ക് നോക്കി ഇന്നിൻ്റെ അനുഭവങ്ങളിലായിരിക്കാൻ നാം ഏവർക്കും സാധിക്കും. കർത്താവ് നമ്മെ വിളിക്കുന്നത്, ക്ഷണിക്കുന്നത് അവിടുത്തെ വാഗ്ദാനമായ ഈ സമാധാനം സ്വീകരിക്കാനാണ്. നാളെ കുർബാനക്രമത്തിൽ
പലപ്പോഴും നമ്മൾ ആവർത്തിച്ച് കേൾക്കുന്ന ഒരു ശുശ്രൂഷയുടെ ഒരു പ്രാർത്ഥനയുണ്ട്, സമാധാനം നമ്മോടുകൂടെ എന്ന് പറയുന്ന പ്രാർത്ഥന. പ്രിയമുള്ളവരെ, പലപ്പോഴും ഈ പ്രാർത്ഥനയുടെ അർത്ഥം എന്തെന്ന് അറിയാതെയാണ് പലപ്പോഴും നമ്മൾ ഈ പ്രാർത്ഥന കേട്ടുകൊണ്ടിരിക്കുന്നത്. പ്രിയമുള്ളവരെ, അവൻ നമ്മുടെ സമാധാനമാണ്. എന്നാൽ ദൈവത്തിൻ്റെ വചനം സാക്ഷ്യപ്പെടുത്തി യേശു ക്രിസ്തു നമ്മുടെ സമാധാനമാണ്. അപ്പോൾ സമാധാനം നമ്മോടുകൂടെ എന്ന് ശുശ്രൂഷ ആവർത്തിച്ച് കുർബാന മധ്യേ ദൈവജനത്തെ ഉത്ബോധിപ്പിക്കുന്ന എന്താണ്, ഓർമ്മപ്പെടുത്തുന്നത് എന്താണ്? യേശു ക്രിസ്തു നമ്മോട് കൂടെയുണ്ട്. ദൈവത്തിൻ്റെ സമാധാനം നമ്മോട് കൂടെയുണ്ട്. അതുകൊണ്ട് ദൈവത്തെ ആരാധിക്കാൻ വന്ന ദൈവത്തിൻ്റെ പ്രിയ ജനമേ, പ്രിയ വിശ്വാസികളെ, നിങ്ങളേത് അവസ്ഥയിലാണെങ്കിലും ഈ ദേവാലയത്തിലേക്ക്, തമ്പുരാൻ്റെ സന്നിധിയിലേക്ക് കടന്നു വന്നിരിക്കുന്നതെങ്കിലും നിൻ്റെ ഹൃദയം പതറേണ്ട കാര്യമില്ല, നിൻ്റെ മനസ്സ് കുലുങ്ങേണ്ട കാര്യമില്ല. സമാധാനം നമ്മോട് കൂടെ, യേശു ക്രിസ്തു നമ്മോട് കൂടെയുണ്ട്. നീ ധൈര്യമായിരിക്കുക, നീ പ്രത്യാശയോടെ ആയിരിക്കുക. നീ ഇപ്പോൾ ദൈവമായ കർത്താവിനെ മനം തുറന്ന് ആരാധിച്ച് മഹത്വപ്പെടുത്തുക. ഇത്ര മാത്രമേ നീ ചെയ്യേണ്ടതുള്ളൂ. നിൻ്റെ ജീവിതം തമ്പുരാൻ്റെ കരങ്ങളിൽ ഭദ്രമാണ് എന്ന വലിയ ഓർമ്മപ്പെടുത്തലാണ് പ്രിയമുള്ളവരെ ദിവ്യബലിക്കടെ നിരന്തരമായി ശുശ്രൂഷി ദൈവജനത്തെ നമ്മെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ സമാധാനം അത് യേശു ക്രിസ്തുവാണെന്ന ആഴമേറിയ വലിയ അവബോധത്തിലേക്ക് കടന്നു വരുവാൻ നമുക്ക് കഴിയണം. ജീവിതത്തിലെ പ്രശ്നങ്ങളോ പ്രതിസന്ധികളോ രോഗങ്ങളോ ഭാരങ്ങളോ കടബാധ്യതകളോ എല്ലാം മാറിയിട്ടല്ല നമുക്ക് സമാധാനത്തിലായിരിക്കാൻ കഴിയുക. മറിച്ച് ഇതിന് നടുവിലായിരിക്കുമ്പോഴും യേശു ക്രിസ്തു എന്നോടൊപ്പം ഉണ്ടെങ്കിൽ ഞാൻ സമാധാനത്തിലായിരിക്കും. കാരണം അവൻ നമ്മുടെ സമാധാനമാണ്. നമുക്ക് തിരിച്ചറിയാം, ഈ പ്രഭാതത്തിൽ നമ്മൾ ഓരോരുത്തരും ഏതവസ്ഥയിലാണെങ്കിലും സമാധാന രാജാവായ ക്രിസ്തുവെ, എൻ്റെ ജീവിതത്തിലേക്ക്, എൻ്റെ ഹൃദയത്തിലേക്ക് നിൻ്റെ സമാധാനം നിറയ്ക്കണമേ എന്ന് ഹൃദയം തുറന്ന് മനം തുറന്ന് നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം. അവിടുത്തെ ദിവ്യമായ സമാധാനം കൊണ്ട് നമ്മുടെ ഹൃദയങ്ങളെയും ജീവിതങ്ങളെയും മനസ്സുകളെയും നമുക്ക് നിറച്ച് അനുഗ്രഹീതരാകാം. ആബാ പിതാവേ, സ്നേഹാഗ്നിയാൽ ജ്വലിക്കട്ടെ മക്കളാ ഞങ്ങളെല്ലാം. പിതാവായ ദൈവമേ, ഞങ്ങളൊന്ന് ചേർന്ന് അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. അവിടെ ഞങ്ങൾ അനന്തമായി സ്നേഹിക്കുക, അവിടുത്തെ പുത്രനെ തന്നെ ഞങ്ങൾക്കായി ലോകത്തിലേക്ക് അയച്ചു നൽകിയെന്നില്ല ചെയ്ത നിൻ്റെ മഹാകരുണയ്ക്ക്, കൃപയ്ക്ക്, സ്നേഹത്തിന് തമ്പുരാനെ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവായ യേശുവെ, ഞങ്ങൾ അനന്തമായി സ്നേഹിക്കുക, ഞങ്ങൾക്ക് വേണ്ടി പീഡാനുഭവ വഴികളിലൂടെ കടന്നു പോവുകയും ഉത്ഥാനം ചെയ്ത ദിവ്യമായ നിൻ്റെ സമാധാന ലോകത്തിന് ഞങ്ങൾക്കും വാഗ്ദാനം ചെയ്ത നിൻ്റെ കരുണയെ, കൃപയെ ഞങ്ങൾ വാഴ്ത്തുന്നു. അവിടുത്തെ ദിവ്യമായ സമാധാനം കൊണ്ട് അവിടുന്ന് ഞങ്ങൾ നിറയ്ക്കണമേ എന്ന് ഈ പ്രഭാതത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവെ, ഈ പ്രഭാതത്തിൽ അവിടെ ഞങ്ങളിലേക്ക്, ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്കും വന്ന് നിറയണമേ. ഈശോയുടെ സമാധാനം കൊണ്ട് പരിശുദ്ധാത്മാവെ ഞങ്ങൾ ഓരോരുത്തരെയും നിറയ്ക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവായ യേശുവെ, ഈ പ്രഭാതത്തിൽ ഞങ്ങളെ തന്നെയും ഞങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നവരെയും ഞങ്ങളെല്ലാ പ്രാർത്ഥന നിയോഗങ്ങളെയും നിൻ്റെ പരിശുദ്ധ കരങ്ങളിലേക്ക് ഞങ്ങൾ ചേർത്ത് വയ്ക്കുന്നു. ഞങ്ങളോട് പ്രാർത്ഥന ചോദിച്ചിട്ടുള്ളവരെയും ഞങ്ങൾ ആർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കാൻ കടപ്പെട്ടിരിക്കുന്നവരെല്ലാവരെയും നിൻ്റെ കരുണയേറിയ കരങ്ങളിലേക്ക് കർത്താവെ ചേർത്ത് വയ്ക്കുന്നു. അവിടുത്തെ അനന്തമായ കരുണയും കൃപയും അവരിലേക്ക് അവിടുന്ന് സമൃദ്ധമായി ഒഴുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ, ദുഃഖങ്ങളിൽ, ദുരിതങ്ങളിൽ, വേദനകളിലുമായിരിക്കുന്ന ദൈവത്തിൻ്റെ എല്ലാ പ്രിയ മക്കളെയും കർത്താവെ നിൻ്റെ അനുഗ്രഹ കരങ്ങളിലേക്ക് ഞങ്ങൾ ചേർത്ത് വയ്ക്കുന്നു. കർത്താവെ, നിൻ്റെ വലിയ കരുണ, കൃപയെ അവരിലേക്ക് വർഷിക്കണമേ എന്ന് ഈ പ്രഭാതത്തിൽ ഞങ്ങളൊന്ന് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. ലോകം മുഴുവനെയും ജനകോടികളെയെല്ലാം കർത്താവായ യേശുവെ നിൻ്റെ അനുഗ്രഹ കരങ്ങളിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവെ നന്ദി, ആരാധന, ആരാധന. കർത്താവ് ദൈവമേ, ഞങ്ങളുടെ പേരിൻ്റെ കാരണഭൂതനായ വിശുദ്ധരുടെ മാധ്യസ്ഥ സഹായം ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ ഓരോരുത്തരുടെയും ജീവിത വഴികളിൽ, യാത്രകളിൽ അവിടുത്തെ മാലാഖമാരുടെ, ദൂതന്മാരുടെ സംരക്ഷണ സാന്നിധ്യം ഞങ്ങൾക്ക് നൽകണമേ. സ്വർഗ്ഗം മുഴുവൻ്റെയും സകല വിശുദ്ധരുടെയും പരിശുദ്ധ ദൈവമാതാവിൻ്റെയും മാധ്യസ്ഥ സഹായവും ഞങ്ങൾക്കെല്ലാവർക്കും അവിടുന്ന് സ്വർഗത്തിൽ നിന്ന് കൽപ്പിച്ച് നൽകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.
സവിതയാണയം മക്കൾക്കാശ്രയമേ, കന്യാമേരിക്കൊപ്പം തുണയായി എന്നും നിന്നവനേ. നീതിപാലകനേ, മക്കൾ ഞങ്ങൾക്കെന്നും തുണയാകണേ, മക്കൾ ഞങ്ങൾക്കെന്നും തുണയാകണേ. കരതാരിൽ കരുതും നീ കൺമണി പോലെന്നെ എന്നും, മിഴിനിറയും നേരത്തും ആശ്വാസക്കാറ്റായി എൻ കാവലേ, എൻ സ്നേഹമേ, എൻ ജീവനായി നീ എന്നുമേ. എൻ കാവലേ, എൻ സ്നേഹമേ, ഞങ്ങൾക്കെന്നും താതൻ നീ. മക്കൾ ഞങ്ങൾക്കായി നീ പ്രാർത്ഥിച്ചിടണമേ. ജ്ഞാനത്തിൽ വളരാ, കൃപയിൽ മുന്നേറാ, മക്കൾ ഞങ്ങൾക്കായി നീ പ്രാർത്ഥിച്ചിടണമേ. മാറിയോസേപ്പേ, നീതിപാലകനേ, മക്കൾ ഞങ്ങൾക്കെന്നും തുണയാകണേ, മക്കൾ ഞങ്ങൾക്കെന്നും തുണയാകണേ. തിരുമാറിൽ ചേർക്കണമേ, തിരുമൊഴി നീ കാതിൽ ചൊല്ലൂ. തിരുസഭതൻ രക്ഷകനെ തിരിയായി നീ തെളിയൂ. എന്നിൽ നിറയെ പുണ്യം തരണേ, വാത്സല്യത്താതൻ എന്നും നീ. എന്നിൽ നിറയെ പുണ്യം തരണേ, ഞങ്ങൾക്കെന്നും താതൻ നീ. ജ്ഞാനത്തിൽ വളരാ, കൃപയിൽ മുന്നേറാ, മക്കൾ ഞങ്ങൾക്കായി നീ പ്രാർത്ഥിച്ചിടണമേ. ജ്ഞാനത്തിൽ വളരാ, കൃപയിൽ മുന്നേറാ, മക്കൾ ഞങ്ങൾക്കായി നീ പ്രാർത്ഥിച്ചിടണമേ. മാറിയോസേപ്പേ, നീതിപാലകനേ, മക്കൾ ഞങ്ങൾക്കെന്നും തുണയാകണേ. യേശുവിൽ പ്രിയമുള്ളവരെ, ഈ ദിനത്തിൻ്റെ ആശീർവാദ പ്രാർത്ഥനയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. കത്തോലിക്ക തിരുസഭയെ നയിച്ചുകൊണ്ടിരിക്കുന്ന പരിശുദ്ധ ലിയോ പാപ്പയോടും എല്ലാ വിശുദ്ധരോടും കത്തോലിക്ക സഭയിലെ എല്ലാ മെത്രാന്മാരോടും വൈദികരോടും വിശ്വാസികളോടും ചേർന്ന് ഒരു മനമായി നമ്മുടെ പ്രാർത്ഥനാ നിയോഗങ്ങളെ സ്വർഗത്തിലെ നല്ല ദൈവത്തിൻ്റെ പക്കലേക്ക് നമുക്ക് ഈ പ്രഭാതത്തിൽ ഉയർത്താം. നമ്മുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളെയും ജീവിതങ്ങളെയും പ്രത്യേകം യേശുവിൻ്റെ കരങ്ങളിൽ നമുക്ക് സമർപ്പിക്കാം. ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ ദുഃഖങ്ങളിൽ ദുരിതങ്ങളിലും വേദനകളിലുമായിരിക്കുന്ന അനേകായിരങ്ങളെ അവരുടെ ജീവിതത്തിൻ്റെ എല്ലാ ദുഃഖങ്ങളെ ഭാരങ്ങളെ യേശു കരങ്ങളിലേക്ക് പ്രത്യേകം നമുക്ക് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് നമുക്ക് ഈശോയുടെ ഈ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും
എന്നേക്കും ആമേൻ. യേശുവിൽ പ്രിയമുള്ളവരെ, പ്രഭാത വിരുന്ന ശുശ്രൂഷയ്ക്ക് നിങ്ങളേവരും നൽകിക്കൊണ്ടിരിക്കുന്ന വിലയേറിയ പ്രാർത്ഥനകൾക്കും പ്രോത്സാഹനങ്ങൾക്കും യേശുവിൻ്റെ ധന്യനാമത്തിൽ നിങ്ങൾക്ക് നന്ദി അർപ്പിക്കുകയാണ്. ഇനി തുടർന്നും നിങ്ങൾ അർപ്പിക്കുന്ന ദിവ്യബലികളിലും ചൊല്ലുന്ന ജപമാലകളിലും നൊവേന പ്രാർത്ഥനകളിലുമെല്ലാം ഈ ശുശ്രൂഷയെ ഓർക്കണമേ എന്ന് ഈശോയുടെ നാമത്തിൽ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. തീർച്ചയായും മരിയ കൂടാരങ്ങളിൽ രാപകൽ പ്രേക്ഷിത മക്കൾ നിങ്ങളുടെ നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. നല്ലവനായ ദൈവം തക്ക സമയത്ത് നിങ്ങളുടെ ജീവിതകാര്യങ്ങളിൽ ഇടപെട്ട് തൻ്റെ കരുണയും കൃപയും നിങ്ങൾക്കായി വെളിപ്പെടുത്തി തരട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. യേശുവിൻ്റെ ധന്യനാമത്തിൽ നിങ്ങളേവർക്കും നല്ലൊരു ദിനം നേരുന്നു. ആമേൻ.